സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. 5 ലക്ഷ്യങ്ങളുമായാണ് കോൺഗ്രസിൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ടീമിന്റെ കളി. യൂത്ത് കോൺഗ്രസിൽ കണ്ടത് അത് ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. ഷാഫിക്ക് പിന്നിൽ ചരട് വലിക്കുന്നത് KC വേണുഗോപാലാണെന്ന് ഉറപ്പിക്കുന്ന നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് KC ഷാഫി ടീമിന്റെ ആ 5 ലക്ഷ്യങ്ങൾ? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും പിടിച്ച് പുതിയ ഗ്രൂപ്പ് ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് എന്താണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിലെ പുതിയ അധികാര സമവാക്യങ്ങളുടെ കൃത്യമായ സൂചനയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധി നടപ്പാക്കിയ മെറിറ്റ് മാനദണ്ഡം വരെ അട്ടിമറിച്ചാണ് നീക്കങ്ങൾ നടക്കുന്നത്. രമേശ് ചെന്നിത്തല, അബിൻ വർക്കിക്കായി ഏറെക്കുറെ ഉറപ്പിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമാണ് ഷാഫി ടീം തട്ടിത്തെറിപ്പിച്ചത്. അതിന് ഹൈക്കമാൻഡിൽ നിന്ന് KC വേണുഗോപാലിന്റെ ഉറച്ച പിന്തുണയും ഉണ്ടായിരുന്നു. അബിനെ വെട്ടിയ വഴി ആദ്യം പരിശോധിക്കാം. ഗർഭം അലസിപ്പിക്കൽ സംഭവത്തിൽ കുരുങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് അബിൻ വർക്കി അധ്യക്ഷനാകും എന്നായിരുന്നു. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടു പിന്നിൽ വോട്ട് നേടിയത് അബിനാണ്. പക്ഷേ തങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ഐ ഗ്രൂപ്പ് പ്രതിനിധിയായ അബിനെ വെട്ടാൻ അപ്പോൾ തന്നെ ചില നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. ആദ്യം അബിനെതിരെ ഗൂഢാലോചന ആരോപണം കൊണ്ടുവന്നു. അബിൻ മാങ്കൂട്ടത്തിലിനെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയാണെന്ന് യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചാരണം അഴിച്ചുവിട്ടു. ഇതിനൊപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ചില പേരുകൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായത് A ഗ്രൂപ്പ് പ്രതിനിധിയായാണ്. അതുകൊണ്ട് അധ്യക്ഷ സ്ഥാനം A ഗ്രൂപ്പിന് തന്നെ വേണമെന്ന് ഗ്രൂപ്പ് മാനേജർമാർ വാദമുന്നയിച്ചു. KM അഭിജിത്തിന്റെ പേര് ഉയർത്തിയായിരുന്നു അവരുടെ അവകാശവാദം. മറുഭാഗത്ത് KC പക്ഷവും വേറൊരു നീക്കം നടത്തി. അത് ബിനു ചുള്ളിയിലിനെ അധ്യക്ഷനാക്കണം എന്ന് ആവശ്യമായിരുന്നു. ഇതിനിടയ്ക്ക് ഷാഫി പറമ്പിലും വേറെ ആളെ ഇറക്കി കളിച്ചു. ജിന്നാസിനെ അധ്യക്ഷനാക്കണം എന്നതായിരുന്നു ഷാഫിയുടെ ആവശ്യം. അതായത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപാട് ആളുകളുടെ പേര് കൊണ്ടുവന്ന് നിറച്ചു. വലിയ തർക്കമുണ്ടെന്നുള്ള ഒരു ഫീല് വരുത്തി. ഉയർന്നു വന്ന പേരുകളിൽ അഭിജിത്തും ബിനുവുമൊന്നും യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല. എങ്ങനെ നോക്കിയാലും അബിൻ വർക്കിക്ക് തന്നെയായിരുന്നു യോഗ്യത. പക്ഷേ ആ യോഗ്യതയെ വെട്ടാൻ മറ്റ് ചില സാധ്യതകളാണ് ഷാഫി ടീം ഉപയോഗിച്ചത്. അതിലൊന്ന് സാമുദായിക പ്രാദേശിക സമവാക്യം തന്നെയാണ്. അബിൻ അധ്യക്ഷനായാൽ യൂത്ത് കോൺഗ്രസ്, KSU, KPCC അധ്യക്ഷ സ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗം ആകും. മാത്രമല്ല മഹിളാ കോൺഗ്രസ് കൂടി എടുത്താൽ 4 പ്രധാന സ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗക്കാരാകും. ഇത് മറ്റ് സമുദായ അംഗങ്ങൾക്ക് പ്രശ്നമാകും. മാത്രമല്ല അബിൻ വന്നാൽ പ്രതിപക്ഷ നേതാവ്, KSU അധ്യക്ഷ സ്ഥാനം, മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനങ്ങളിലെല്ലാം എറണാകുളം ജില്ലക്കാരാകും. അതുകൊണ്ട് അബിൻ വേണ്ട. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ സമുദായ അംഗം വേണമെന്ന് പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചത് ചൂണ്ടിക്കാട്ടി അവിടേക്ക് അബിനെ വെക്കാം എന്ന ഒരു തുറുപ്പ് ചീട്ട് കൂടി KC ഷാഫി ടീം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലിറക്കി. ഇതോടെ അബിന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി. പകരമാര്? ആ ചോദ്യം ഉയർന്നപ്പോൾ അപ്പോഴതാ വീണ്ടും ഷാഫി ടീമിന്റെ പുതിയ കളി. സാധ്യതാ പേരുകളിൽ ഒന്നും ഇല്ലാതിരുന്ന ഈഴവ വിഭാഗക്കാരനായ ജനീഷ് അധ്യക്ഷനാകട്ടെ. ജനീഷ് ആണെങ്കിൽ സതീശനും സണ്ണി ജോസഫിനും എതിർപ്പില്ലാത്ത ആളാണ്. മാത്രമല്ല ഷാഫി പറയുന്നതിനപ്പുറം ജനീഷിന് മറ്റൊരു വാക്കില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഈ കളിയിലൂടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തന്റെ കൈപ്പിടിയിൽ തന്നെ നിർത്താൻ ഷാഫിക്ക് കഴിഞ്ഞു എന്ന് സാരം. മാത്രമല്ല KCയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ബിനുവിനെ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി വർക്കിംഗ് പ്രസിഡന്റ് ആക്കി. അതായത് യൂത്ത് കോൺഗ്രസിനെ സമ്പൂർണമായി KC ഷാഫി ഗ്രൂപ്പ് പിടിച്ചു. A ഗ്രൂപ്പും I ഗ്രൂപ്പും നോക്കുകുത്തിയായി. അതായത് KC ഷാഫി ഗ്രൂപ്പിന്റെ 5 ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു അബിൻ വർക്കി. അബിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി നാട് കടത്തി. ഈ നീക്കത്തിലൂടെ KC പക്ഷം ലക്ഷ്യമിട്ടത് അബിനെ മാത്രമല്ല രമേശ് ചെന്നിത്തല ഗ്രൂപ്പിനെ കൂടിയാണ്. ചെന്നിത്തലയ്ക്കൊപ്പം നിന്നിട്ട് കാര്യമില്ലെന്ന് ആ ഗ്രൂപ്പിന്റെ അണികളെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് KC ഗ്രൂപ്പ് അബിനെ വെട്ടിയതിലൂടെ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെന്നിത്തല നിലപാട് എടുക്കുന്നതാണ് ഷാഫി ടീമിന് ദേഷ്യമെങ്കിൽ KCക്ക് പഴയ കണക്ക് തീർക്കലാണ് ഇപ്പോഴത്തെ ഈ വെട്ടൽ. ചെന്നിത്തലയ്ക്കെതിരെയാകുമ്പോൾ VD സതീശനും താല്പര്യമുണ്ട്. സതീശന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വെല്ലുവിളിയാണല്ലോ ചെന്നിത്തല. മാത്രമല്ല പണ്ട് ഒതുക്കിയതിന്റെ പകയുമുണ്ട്. കൂടാതെ അബിനുമായി സതീശന് ചില വ്യക്തിപരമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എതിർപ്പുമുണ്ട്. അതിനെയും ഷാഫി ടീം ബുദ്ധിപൂർവം ഉപയോഗപ്പെടുത്തി. KC ഷാഫി ടീമിന്റെ രണ്ടാമത്തെ ലക്ഷ്യം ഇതായിരുന്നു, ചെന്നിത്തലയെ ഒതുക്കുക. അതും അവർ സാധ്യമാക്കിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ക്ഷയിച്ച A ഗ്രൂപ്പിന് കിട്ടിയ വലിയ അടിയാണ് സത്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട സാഹചര്യം.
മാങ്കൂട്ടത്തിന് കടുത്ത എതിർപ്പുള്ള KM അഭിജിത്തിനെ ദേശീയ സെക്രട്ടറി ആക്കിയതിലൂടെയാണ് എ ഗ്രൂപ്പിനെയും KC ടീം മൂലയ്ക്കാക്കിയത്. അതായത് അബിനെ ഒതുക്കി, KM അഭിജിത്തിനെയും ഒതുക്കി, I ഗ്രൂപ്പിനെയും ഒതുക്കി, എ ഗ്രൂപ്പിനെയും ഒതുക്കി. ഇനി മൂന്നാം ലക്ഷ്യത്തിലേക്ക് പോയാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വെളുപ്പിക്കലാണ്. പേരാമ്പ്രയിൽ ഒരു കോളേജിന്റെ പേരിൽ പോലീസുമായി ഉണ്ടാക്കിയ പ്രശ്നത്തിലൂടെയും ഷാഫിയുടെ ആശുപത്രിവാസത്തിലൂടെയും മറ്റും KC ഷാഫി ടീം ലക്ഷ്യമിട്ടത് അതാണ്. ഇത്തരം ബഹളത്തിനിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും സജീവമാക്കുക. അത് അവർ ഒരു പരിധിവരെ സാധിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വീണ്ടും മാങ്കൂട്ടത്തിലിനെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ഷാഫി ടീമിന്റെ അല്ലെങ്കിൽ KC ഷാഫി ടീമിന്റെ മുന്നോട്ട് പോക്ക്. അതിനെ എതിർക്കുന്നവരെ എല്ലാം ഒതുക്കുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിലെ 4 പ്രധാന സ്ഥാനങ്ങൾ KC പക്ഷത്തിന്റെ കയ്യിലാണെന്ന് നമുക്ക് നോക്കിക്കാണാൻ പറ്റും. സംഘടന ഒന്നാകെ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സണ്ണി ജോസഫ് സുധാകരന്റെ നോമിനിയായാണ് KPCC അധ്യക്ഷനായത് എങ്കിലും ഇപ്പോൾ KCക്കൊപ്പമാണ്. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജബി മേത്തർ സതീശന്റെ നോമിനിയായാണ് എത്തിയതെങ്കിലും ഇപ്പോൾ KCക്കൊപ്പമാണ്. KCU അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ KCയുടെ ആളാണ്. ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും ഷാഫി വഴി KC പിടിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമാണ് ഇപ്പോൾ KC പക്ഷത്തിന് ഇല്ലാത്തത്. അതാണ് അടുത്ത ലക്ഷ്യം. പാർട്ടി മുഴുവൻ പിടിച്ച് KC ഷാഫി ടീം നൽകുന്നത് VD സതീശനുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഷാഫി മാങ്കൂട്ടത്തിൽ ടീം സതീശനിൽ നിന്ന് അകലുന്നത്. അതിന് PV അൻവറിനെ പാതിരാത്രി പോയി കണ്ട മാങ്കൂട്ടത്തിൽ ഒരു കാരണമായി. മാങ്കൂട്ടത്തിന്റെ വികൃതികളിൽ ചിലതിനെ സതീശൻ ചോദ്യം ചെയ്തത് മറ്റൊരു കാരണമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും യൂത്ത് ബ്രിഗേഡ് പതുക്കെ സതീശനോട് അകലം പാലിച്ചു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ ആ അകൽച്ച പൂർണ്ണമായി. അതിനു മുമ്പ് തന്നെ രഹസ്യമായി KCക്കൊപ്പം ചേർന്ന ഷാഫി ടീം അത് പരസ്യമാക്കി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ അത് പരസ്യമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് സതീശനും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടപ്പോൾ അതിനെ അട്ടിമറിച്ചത് KCയുടെയും ഷാഫിയുടെയും ഒന്നിച്ചുള്ള ബീഹാർ ഓപ്പറേഷനാണ്. നമുക്കറിയാം, ബീഹാറിൽ നിന്ന് ഷാഫി പറന്നിറങ്ങിയതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനം അറിയിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെക്കുന്നു എന്നുള്ള തീരുമാനം അറിയിച്ചത് അതിനുശേഷമാണ്. അതോടുകൂടി VD സതീശന്റെ ആവശ്യം താഴെപ്പോയി. അതുമുതൽ സതീശൻ അപകടം മണത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സതീശന് പിടിച്ചാൽ കിട്ടാവുന്നതിലും ഉയരത്തിലാണ് ഷാഫി ടീമിന്റെ ഇപ്പോഴത്തെ കളി. അതൊക്കെ സതീശനെതിരെ നടന്ന സൈബർ അറ്റാക്കിലൂടെ കേരളം കണ്ടതാണ്. KC ഷാഫി ടീമിന്റെ അടുത്ത ലക്ഷ്യം VD സതീശനെ ഒതുക്കുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പാർട്ടി പിടിച്ചതിലൂടെ അവർ നടപ്പാക്കിയെടുത്തിട്ടുള്ളത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം തോറ്റാൽ KC വേണുഗോപാൽ ACC സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുമെന്നാണ് സൂചന. കേരളത്തിലേക്ക് അദ്ദേഹം മടങ്ങും. അപ്പോൾ KCക്കുള്ള തട്ടകമൊരുക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. NSSനും SNDPക്കും എതിർപ്പുള്ള VD സതീശിനെ ആ പേരിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കാതിരിക്കുക, ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു അവകാശവാദം പോലും ഉയരാതിരിക്കുക, ഇതിനെല്ലാമുള്ള നീക്കങ്ങളാണ് KC ഷാഫി ടീം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെള്ളാപ്പള്ളിയെ കൂടെ നിർത്താനാണ് ഈഴവനായ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് എന്നതാണ് സൂചന. സുകുമാരൻ നായരുമായി KCക്ക് നല്ല ബന്ധവുമാണ്. അതായത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആയിരിക്കും KC വേണുഗോപാൽ കേരളത്തിൽ അവതരിക്കുക എന്നർത്ഥം. ആ കളിക്കുള്ള നിലം ഒരുങ്ങിക്കഴിഞ്ഞു. KC ഷാഫി ടീമിനൊപ്പം നിന്നാൽ അടുത്ത തവണ സീറ്റ് കിട്ടും എന്നാണ് സീറ്റ് മോഹികളായ, അധികാരമോഹികളായ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും കിട്ടിയിരിക്കുന്ന, അതായത് ഇപ്പോൾ KC ഷാഫി ടീം നടത്തിയിരിക്കുന്ന നീക്കങ്ങളിലൂടെ കിട്ടിയിരിക്കുന്ന സന്ദേശം. ഇല്ലെങ്കിൽ അബിന്റെ ഗതി വരും എന്നതാണ് മുന്നറിയിപ്പ്. അബിന് നിയമസഭാ സീറ്റ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിലും അതൊന്നും നടക്കാൻ സാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് അകത്തളങ്ങളിൽ തന്നെയുള്ള സംസാരം. തങ്ങൾ ഒതുക്കപ്പെടുന്നു എന്ന പരാതിയുമായി രാഹുൽ ഗാന്ധിയെ സമീപിക്കാനാണ് I ഗ്രൂപ്പും A ഗ്രൂപ്പും ഒരുങ്ങുന്നത്. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായെങ്കിലും പരിഗണിക്കണം എന്ന ആവശ്യം I ഗ്രൂപ്പ് ഉയർത്തുന്നുണ്ട്. പക്ഷേ KCക്കെതിരെ ഉള്ള പരാതി രാഹുൽ ഗാന്ധി കണക്കിലെടുക്കാൻ തന്നെ സാധ്യത കുറവാണ്. ഹൈക്കമാൻഡും KCക്കൊപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനിയൊരു പടയൊരുക്കത്തിനുള്ള ശക്തി 2 ഗ്രൂപ്പിനും ഇല്ലാത്ത സ്ഥിതിയാണ്. ആകെ ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് VD സതീശൻ മാത്രമാണ്. അങ്ങനെ വന്നാൽ KC VD ബലപരീക്ഷണമായിരിക്കും ഇനി കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അതെങ്ങനെ ആകുമെന്ന് നമ്മൾ കണ്ടറിയണം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ
കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.